ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് രേവതി. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ദീപാവലിയുടെ സ്വീറ്റ്സിൻ്റെ റെസിപ്പീസ് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ദീപാവലി വരാറായി. അപ്പോൾ ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്തുപോയി സ്വീറ്റ്സ് വാങ്ങിക്കുന്നതിന് പകരം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പീസാണ് ഞാനിവിടെ ചെയ്യുന്നത്. സോ ഇത് ഞാനൊരു സീരീസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഈ സീരീസിൽ 5 വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പീനട്ട് വെച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ള ലഡുവാണ്. അപ്പോഴത്തേക്കും അതിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടപ്പുറത്ത് ഓൾ എന്ന ബട്ടണും കൂടെ ഉണ്ട്, അതും കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ഫ്യൂച്ചറിലെ വീഡിയോസ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പീനട്ട് ലഡു ഉണ്ടാക്കാനായിട്ട് നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്ലെയിം ലോയിലാക്കി മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. സോ അതിന് ശേഷം 1 കപ്പ് പീനട്ടാണ് അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. 240 ml കപ്പാണ് കേട്ടോ. അത് ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ എക്സ്ട്രാ കുറച്ച് പീനട്ടും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നല്ല രീതിയിൽ മിക്സ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ആ പീനട്ടൊക്കെ നല്ല രീതിയിൽ റോസ്റ്റായി വരണം. ഒരു കളർ ചേഞ്ച്, അതിൻ്റെ തൊലിക്ക് നല്ല രീതിയിൽ കളർ ചേഞ്ച് വന്നു തുടങ്ങണം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ ചിലപ്പോൾ എടുത്തുനിന്നിരിക്കും കേട്ടോ, ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി ഇതായിട്ട് വരാനായിട്ട്. സോ നല്ല രീതിയിൽ മിക്സ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ പീനട്ടിൻ്റെ കളറൊക്കെ മാറി നല്ല രീതിയിൽ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളൊരു പാത്രത്തിലൊരു പേപ്പർ ഇട്ടിട്ടുണ്ട്, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മുടെ പീനട്ട് ചെറു ചൂടോടെ കൂടെ തന്നെ അതിൻ്റെ തൊലിയൊക്കെ കംപ്ലീറ്റ്ലായിട്ട് കളഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിരിക്കുന്ന കപ്പലിൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇത് നമ്മുടെ മിക്സിയുടെ ഒരു ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കണം, അതിന് വേണ്ടിയാണ്. സോ ഇത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ജാഗരി, നമ്മുടെ ശർക്കര, 1 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്ത കപ്പലണ്ടിയുടെ ആ കപ്പില്ല, അതിൻ്റെ പകുതി വെച്ചാൽ അതിനകത്ത് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇത് രണ്ടും കൂടെ നല്ല രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരുപാട് സ്പീഡാക്കരുത്, ജസ്റ്റ് ലോ സ്പീഡിലിട്ട് വേണം ഒന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പീനട്ടൊന്ന് ജസ്റ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സൈഡിലുള്ളൊക്കെ ജസ്റ്റ് ഇങ്ങനെ സൈഡ് ഒതുക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ പ്രോസസ്സ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നമ്മുടെ പീനട്ടിന് നല്ല സ്റ്റിക്കായിട്ട് വരണം കേട്ടോ. നമ്മുടെ ഈ പീനട്ടിൻ്റെ അകത്തൊരു ഓയിലുണ്ട്, അത് ഉണ്ടായി വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ ലഡുവിൻ്റെ ഇത് നല്ല തിക്കായി വരുന്നത്, തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വരുന്നത്. സോ അപ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ഒരുപാട് പീനട്ട് വെച്ചാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് വെച്ച് നമ്മൾ മിക്സിയിലിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ല ഒറ്റയടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിക്സിയിൽ അത് പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ചെയ്യുക. സോ ഇനി ഇത് നമ്മൾ ഓരോ ലഡുവായിട്ട് മാറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ദീപാവലി സ്പെഷ്യൽ പീനട്ട് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ലഡുവാണ്. സോ ഇതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ജസ്റ്റ് അത് റൗണ്ടിലാക്കിയതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് മിച്ചം വന്ന ആ പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഡസ്റ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പുറത്ത് നല്ലൊരു തരിതരിപ്പുണ്ട്, അപ്പോൾ നല്ല ഇത്തിരി കൂടി ടേസ്റ്റി ആവും കേട്ടോ. സോ അടിപൊളി ലഡുവാണ്, ഹെൽത്തി ലഡുവാണ്, നല്ല ടേസ്റ്റി ലഡുവാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ അപ്പുറത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.